ഇന്ത്യ എന്നുള്ള ആ ഒരു രാജ്യത്തിൽ ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ വികസനം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ബിൽഡിങ്സ് വേണ്ടതാണ് വികസനം. ഓക്കെ, അതിനുശേഷം ശ്വാസം മുട്ടി മരിക്കലും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഡൽഹിയിലെല്ലാം ഇപ്പൊ ആ ഒരു കണ്ടീഷൻ വന്നത്, ബാംഗ്ലൂരിൽ ഇപ്പൊ ആ കണ്ടീഷൻ വന്നിട്ടുണ്ട്, കൊച്ചിയിലും ആ കണ്ടീഷൻ എത്തിക്കഴിഞ്ഞു. അതായത് പ്രാണവായു ഒക്കെ വളരെ വളരെ പൊല്യൂട്ടഡ് തന്നെയാണ്. പക്ഷെ ഒരു പൊല്യൂഷന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷെ ഇടുക്കി വയനാട് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത്രയും ചൂടുണ്ട്, അത്ര വിഷവായുവാണ്, വെള്ളത്തിന് ആ ഒരു രുചി, കഴിക്കുന്ന രുചി, വലിയ ക്ലോറിൻ അടങ്ങിയ വെള്ളം. അപ്പൊ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ അത് ആപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 25,000 കോടിയുടെ പ്രൊജക്ട്, 3000 കോടിയുടെ പ്രൊജക്ട്, അങ്ങനെ പല പല പ്രൊജക്ട് വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ 300 ഏക്കർ 400 ഏക്കർ എല്ലാം കാടെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ബിൽഡിങ്സ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ ഡെവലപ്മെന്റ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറയ്ക്ക് ഇവിടെ വേണ്ട ഡെവലപ്മെന്റ്സ് ആദ്യം ഒന്ന് പ്രാണവായു, ശുദ്ധമായ പ്രാണവായുവാണ്. ശുദ്ധമായ പ്രാണവായു ഇല്ലെങ്കിൽ ശുദ്ധമായ ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല സാർ. ഓക്കെ, നമ്മൾ എന്നും ആശുപത്രി തന്നെയായിരിക്കും. നമ്മുടെ ഈ ശരീരം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം എല്ലാം അവരുടെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം അവരുടെ ആ ഒരു വളരുന്ന സമയത്ത് എല്ലാവിധ ഇന്റേണൽ ഓർഗൻസ്, രക്തത്തിലെല്ലാം പൊല്യൂട്ടൻസ് എല്ലാം, മെറ്റൽസ് എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സോൾഡ് ആയിട്ടുള്ള സോൾട്സ്, ഇതെല്ലാം മിക്സ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശുദ്ധമായിട്ടുള്ള വായു ആദ്യം വേണം, ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം. ശുദ്ധമായിട്ടുള്ള വെള്ളം വേണമെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്നുള്ള വെള്ളം തന്നെ വേണം. അല്ലാതെ ഗവൺമെന്റ് തരുന്ന ആ ഒരു ഫ്ലോറിൻ ക്ലോറൈഡ് മിക്സ് ആയ ആ വെള്ളമല്ല, ഓക്കെ, മൈക്രോ പ്ലാസ്റ്റിക് മിക്സ് ആയ ആ ഒരു വെള്ളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ശുദ്ധമായ വെള്ളം വേണം. അതോടൊപ്പം ശുദ്ധമായ ഭക്ഷണം വേണം. അതോടൊപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റണം. അതായത് ഇപ്പൊ യങ്സ്റ്റേഴ്സ് എല്ലാവരും ആ ഒരു സൂയിസൈഡിന്റെ വക്കെത്തി കഴിയും. കാരണം അവർക്ക് ജോലിയില്ലാത്തൊരവസ്ഥയാണ്. അവരുടെ വീട്ടുകാർ നല്ല സംഘർഷം കൊടുക്കുന്നുണ്ട്, നാട്ടുകാർ കൊടുക്കുന്നുണ്ട്, പക്ഷെ ജോലിയില്ല, ജോലി കിട്ടില്ല ആർക്കും. കാരണം ഇനി വരാൻ പോകുന്നൊരു യുഗം AI യുഗമാണ്. അതായത് ആൾക്കാരെ എല്ലാം റിപ്ലേസ് ആക്കും. ഓക്കെ, എല്ലാവരും PH ജോലിക്ക് വേണ്ടി നടക്കുന്നുണ്ട്. കുറെ പേര് ഡോക്ടർ ആവാൻ വേണ്ടി ഇപ്പോഴും നടപ്പുണ്ട്. 15-ാം വയസ്സ് മുതൽ തന്നെ പോയി പഠിക്കുന്നുണ്ട് ഡോക്ടർ ആവാൻ. പക്ഷെ അതൊന്നും ഇനി ഇല്ല. ഓക്കെ, അതായത് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആവുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ ഇതാരും അറിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമുക്ക് വെറുപ്പ് വരുത്തുന്നത് പലതരത്തിലുള്ള TV പ്രോഗ്രാംസ് അല്ലെ, എല്ലാവർക്കും പരസ്പരം വെറുപ്പായി മാറി. അപ്പോൾ ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നശിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വേണ്ടത്, അതായത് വിഡ്ഢികളായിട്ടുള്ള അപ്പൂപ്പന്മാർക്കും ഓക്കെ 25,000 കോടിയിൽ നിന്ന് 1000 കോടി 500 കോടി എല്ലാം അവർക്ക് കമ്മീഷൻ കിട്ടുകൊണ്ട് അവരത് അങ്ങോട്ട് ആപ്റ്റ് ചെയ്യും. അതായത് ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിക്കോ, ഞങ്ങൾക്ക് പൈസ മതി. പക്ഷെ പണവും ഇല്ലാതായ കാര്യം അവരറിയുന്നില്ല. അപ്പൊ അത് ആ ഒരു ടെക്നിക്കാണ്. ആ ഡൽഹി അല്ലെങ്കിൽ മുംബൈ, ഈ പറയുന്ന ബാംഗ്ലൂർ, ഇവരെല്ലാം ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് വേറൊന്നുമല്ല, കാടും മേടും മലയും ഒന്നും ഉണ്ടാവില്ല ഇവിടെ. ഇവിടെ കുറെ ബിൽഡിങ്സ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അവസാനം ശ്വാസം മുട്ടി, അതോടൊപ്പം തന്നെ ക്യാൻസർ വന്നു, എല്ലാം മരിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ, കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം ഇതെല്ലാം പറയുന്നത് നമ്മൾ കറക്റ്റ് രീതിയിലത്തെ പഠനത്തിന് ശേഷം മാത്രമാണ്. ആ ഒരു പഠനത്തിന്റെ റിസൾട്ട് നമുക്ക് ഉള്ളിൽ കാണുമ്പോൾ പേടിയാവും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. അപ്പൊ ഇതെല്ലാം ഇല്ലാതാക്കി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ജീവിതം കഷ്ടമാവും. അതായത് ഞാനിങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടി വരും. അപ്പൊ അതെന്തായാലും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റും.